ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഏഞ്ചൽ സെറ്റിലേക്ക് സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പമാണ്. ഉണ്ണിയപ്പം കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും. ഇത് ഒരെണ്ണം കഴിച്ചാൽ നിർത്താതെ കഴിച്ചുകൊണ്ടേയിരിക്കും. അത്ര ടേസ്റ്റിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. അതിനാവശ്യമായി 1/4 കിലോ മൈദയും 1/4 കിലോ റവയും എടുത്തിട്ടുണ്ട്. ഈ റവയും മൈദയും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, 1 നുള്ളുപ്പ്, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1 സ്പൂൺ എള്ള് ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഉരുക്കി അരിച്ചെടുത്ത ശർക്കര കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഈ പരുവത്തിൽ എടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് കൊത്തിയരിഞ്ഞ തേങ്ങയൊന്ന് വറുത്തെടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ എണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കൊത്തിയരിഞ്ഞ തേങ്ങ ഇട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഈ വറുത്തെടുത്ത തേങ്ങ ഇതിലേക്ക് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ സ്പൂൺ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതുപോലെ ഓരോ കുഴികളിലേക്കും ഓരോ സ്പൂൺ മാവ് വെച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പൊ നന്നായി ഒന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഇൻസ്റ്റന്റ് ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതിൽ നമ്മൾ പഴമൊന്നും ചേർത്തിട്ടില്ല, മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതുമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കാരണം അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ ഉണ്ണിയപ്പത്തിന്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.